പി ഭാസ്കരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച നീലക്കുയിലിന് 70 വയസ്സ്. കെ രാഘവൻ അനുസ്മരണം വിടവാങ്ങിയ ഭാവഗായകൻ പി ജയചന്ദ്രനുള്ള ബാഷ്പാഞ്ജലിയായി. യേശുദാസ് ഗാനഗന്ധർവനാണെങ്കിൽ ജയചന്ദ്രൻ ഭാവഗന്ധർവനാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഒരാൽമരത്തിന് കീഴെ മറ്റൊരാൽമരം വളരില്ലെന്ന നാടൻ ചൊല്ലിനെ നിരാകരിച്ച് വളർന്ന ആൽമരമായിരുന്നു ജയചന്ദ്രൻ. അവസരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് ജയചന്ദ്രൻ തയ്യാറായിരുന്നില്ലെന്നും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ജയചന്ദ്രനെ പരിചയപ്പെടുന്നത് 1966 ഞങ്ങളുടെ ബന്ധത്തിന് 58 വയസ്സായി. എന്നേക്കാൾ 4 വയസ്സിന് ഇളയവനാണ് ജയചന്ദ്രൻ. പക്ഷേ ജയൻ നേരത്തെ പോയി. ഞാനും സെപ്റ്റംബർ 9 പോകേണ്ടതായിരുന്നു. എങ്ങനെയോ തിരിച്ചു വന്നു. ആയിരത്തി 1966 മലയാളത്തിൽ ആദ്യമായൊരു പുതിയ ശബ്ദം, ഒരു പുരുഷ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അത് കുഞ്ഞാലി മരയ്ക്കാർ ചന്ദ്രധാര പ്രൊഡക്ഷൻസ് നിർമ്മിച്ച നീലക്കുയിൽ എന്ന സിനിമ നിർമ്മിച്ച ചന്ദ്രധാര പ്രൊഡക്ഷൻസ് നിർമ്മിച്ച കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ എഴുതി ചിദംബരനാഥ് ഈണം പകർന്ന. സമ്മേളനത്തിൽ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 70 വർഷം മുമ്പ് പ്രദർശനം തുടങ്ങിയ നീലക്കുയിൽ സിനിമ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച സിനിമയായിരുന്നെന്ന് പ്രഭാഷണത്തിൽ E ജയകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി CS തിലകൻ, ബക്കർ മേത്തല, C നന്ദകുമാർ, സിറാജുദ്ദീൻ, EG സുഗതൻ, ശശിധരൻ, CG ശ്യാമള എന്നിവർ നേതൃത്വം നൽകി.